ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒന്ന് എത്തിയത് കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിലെ വടകര ചെമ്മരത്തൂർ തയ്യുള്ളതിൽ ഗപ്പി ഫാം എന്നാണ് ഈ ഫാമിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഉള്ളത് ഗപ്പികൾ, ഓസ്കാർ അതൊക്കെ ഇവിടെ ബ്രീഡ് ചെയ്തിട്ടുണ്ട്. അതാണ് മെയിൻ ഒരു ഫാമിൻ്റെ മെയിൻ പ്രത്യേകത. പിന്നെ നമ്മുടെ സോഡ് വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഓസ്കാർ ഇവിടെ ബ്രീഡ് ചെയ്ത് അതാണ് ഇവിടെ നിന്ന് മെയിനായിട്ട് സംഭവം. പിന്നെ നമ്മൾ 15 വെറൈറ്റി ഗപ്പികളുണ്ട്. പിന്നെ മിക്സഡ് ഗപ്പികൾ ഒരു തരംഗം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഫാം വീഡിയോ പറയുന്നത് തയ്യുള്ളതിൽ ഗപ്പി ഫാമാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ, പേരെന്താ? അശോകൻ. അശോകൻ. അപ്പൊ ഇവിടെ ശരിക്കും എന്തൊക്കെയാ ഇവിടെ ഉള്ളത്? ഇവിടെ ഒരു 15ഓളം വെറൈറ്റി ഗപ്പികളുണ്ട്. പിന്നെ ഓസ്കാർ, ആൽബിനോ റെഡ്, ടൈഗർ, കോപ്പർ. ഓസ്കാർ വെറൈറ്റി 15 വെറൈറ്റി ഗപ്പികളുണ്ട്. പിന്നെ സോഡ് ഉണ്ട്, സോർട്ടൈൽ. അത് നമുക്ക് എങ്ങനെ മൊത്തമായിട്ട് ചില്ലറായിട്ടൊക്കെ ഉണ്ടോ? ഇപ്പം ചില്ലറയാണ്. ഷോപ്പിലൊക്കെ അത്യാവശ്യം മൊത്തമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അശോകേട്ടത് കറക്റ്റ് സ്ഥലം ഇപ്പൊ എവിടെയാണത്? ഇത് കോഴിക്കോട് ജില്ല വടകര താലൂക്കാണ്. ചെമ്മരത്തൂർ എന്ന സ്ഥലം, തിരുവള്ളൂർ പഞ്ചായത്ത്. അപ്പോ ഇത് നമ്മള് കോഴിക്കോട് നിന്ന് എത്ര ദൂരം ഉണ്ട് ഇവിടെ? കോഴിക്കോട് നിന്ന് 48 കിലോമീറ്റർ, വടകര 8 കിലോമീറ്റർ. അപ്പൊ ഇവിടുന്ന് നമുക്ക് പുറത്തേക്കൊക്കെ കൊറിയർ ചെയ്യില്ല എല്ലാവരും? ഓൾ ഇന്ത്യ. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് ഗപ്പികൾ നോക്കാം. അപ്പൊ നമ്മള് തൈയുള്ളതിൽ ഫിഷ് ഫാമിക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫിഷ് ഫാം പറഞ്ഞൊരു വെറൈറ്റി രീതിയിലാണ് ഇവിടെ ഫിഷുകൾ വളർത്തുന്നത്. നമ്മൾ വീടിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ ഫാം സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഈ ഒരു സെക്ഷനിൽ ഇവിടെ നമ്മളെ ഗപ്പികളും ഓസ്കാറും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് അവിടെയും നമ്മളെ ടെൻറ്റുകളും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മളെ ഗപ്പികൾ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എല്ലാ ടാങ്കിലും ഗപ്പികളാണ്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ ഓരോ ഭാഗത്തും ചെറിയ ചെറിയ ടെൻറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ടെൻറ്റുകൾ എന്നൊക്കെ പറഞ്ഞത് വെറൈറ്റി രീതിയിലാണ് ടെൻറ്റുകൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് സംഭവം സൂപ്പറാണ്. അപ്പോൾ ഇവിടേക്ക് വന്ന് നമ്മളൊക്കെ വീടിന്റെ സൈഡിൽ ഒരു നാച്ചുറൽ അന്തരീക്ഷത്തിലാണ് ഇവിടെ ഒരു ടെന്റ് കെട്ടിയാ ചെയ്യണേ. സിമെന്റ് ടാങ്കിലൊക്കെ എന്താ? സിമെന്റ് ടാങ്കിലോ ഓസ്കാറുകൾ ബ്രീഡിയെയും കുട്ടികളെയും മാറ്റിയിടുന്നതാണ്. സിമെന്റ് ടാങ്കിലാ ചെയ്യുന്നത്? അതെ അതെ. ഗപ്പികളൊക്കെ ഈ ഫ്രിഡ്ജിന്റെ കേസിലാണ് ചെയ്യുന്നതൊക്കെ? ഫ്രിഡ്ജുണ്ട്, പോണ്ടുകളുണ്ട്, ബേസിൻ ഉണ്ട്, ഗ്ലാസ് ടാങ്ക് ഉണ്ട്. എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പേറുകളാണ്. സിമെന്റ് ടാങ്കിലും ഉണ്ട്. സിമെന്റ് ടാങ്കിലും ഉണ്ട്. ഓ, ഇവിടെ ഉണ്ട് അല്ലേ? ഇതൊക്കെ ബ്രീഡും പേരുകളാ? ബ്രീഡാകാൻ പേരാകാൻ മാറ്റിയിട്ടതാണ്. അതേപോലെ ചെറിയൊരു ടെന്റിലാണുള്ളത്. പുതിയൊരു അടിപൊളി സംഭവമുള്ള ചെറിയൊരു ടെന്റ് കെട്ടി മതി അല്ലേ? ഇവിടെയാണ് നമ്മളെ ഗപ്പികള്. ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ കവർ ചെയ്തതാണ്. അത് ഈ പാമ്പിന്റെ ഒക്കെ ശല്യം വന്നാല് നമ്മളൊരു സേഫ്റ്റിയും കൂടി നോക്കണല്ലോ. അതെ അതെ. വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മള് അശോകേട്ടൻ വീടിന്റെ ചുറ്റും ചെറിയ ചെറിയ ടെന്റ് കെട്ടി അതിൽ എത്ര വെറൈറ്റി ഇതിലുണ്ട്? ഇവിടെ 4-5 വെറൈറ്റി. ഒരു 5 വെറൈറ്റി ഗപ്പികൾ ചെറിയൊരു ടെന്റിൽ കെട്ടിയിട്ട് ഇതേമാതിരി വേറെ സ്ഥലത്തുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഗപ്പി ഫാം പറഞ്ഞാൽ ഒരു ടെന്റിൽ തന്നെ എല്ലാ ഐറ്റം ഗപ്പികളും ഒന്നിച്ച് നിരത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ അങ്ങനെ അശോകേട്ടൻ ചെയ്തിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സെറ്റപ്പാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ അവിടെ ഒരു ചെറിയ ടെന്റ് കണ്ടു, കുറച്ച് വലുപ്പമുള്ള ടെന്റ് കണ്ടു. ഇത് ചെറിയ ടെന്റ്, ഒരു 5 വെറൈറ്റി ഗപ്പികൾ ഇവിടെ ചെയ്യാണ്. അപ്പോൾ ഒക്കെ നല്ല വൃത്തിക്ക് നല്ല ഡീസൻ്റ് ആയിട്ട് ഇവിടെ അശോകേട്ടൻ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളെ ഏറ്റവും എവർഗ്രീൻ സംഭവമായ ഫുൾ റെഡ് ഉണ്ട്. അതൊരു സംഭവമാണ്. ഫുൾ റെഡ് ഇവിടെ അത്യാവശ്യം നല്ല ബൾക്കായി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫുൾ റെഡ് വെറൈറ്റീസ് നമുക്ക് നോക്കാം. ഫുൾ റെഡ് കുറെ ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഗ്ലാസ് കാണുന്നതാണ് നമ്മൾ കൊടുക്കാള് അല്ലേ? ഇതാണ് ഇവിടെ കൊടുക്കാനുള്ള ഗ്ലാസ്സിൽ കാണിക്കുന്നത് അല്ലേ? എത്ര മാസം പ്രായതാ? ഇതൊരു 4 മാസം പ്രായ. അപ്പോ നമുക്കത് മാർക്കറ്റിലൊക്കെ ഫുൾ റെഡ് ഒരു സംഭവമാണ് അല്ലേ? നല്ല പക്ക റെഡ് കളർ ആയിട്ട്. ഇതിനെന്ത് ഫുഡ് അപ്പൊ കൊടുക്കണേ ഫുൾ റെഡിനൊക്കെ? ഇതിന് ആർട്ടിമി കൊടുക്കുന്നുണ്ട്, മൊയിന കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഇത് ചെറിയ ഇതുണ്ട്, പെല്ലറ്റ്. ഇതെങ്ങനെയാണ് മാർക്കറ്റിലൊക്കെ വരുന്നത്? മാർക്കറ്റിൽ പേരിൽ ഒരു 100-120 സൈസിലാ. ആ സൈസിൽ വരും അല്ലേ? അടിപൊളി അടിപൊളി. ഇത് ഫീമെയിൽ മാത്രം? ഇത് ഫീമെയിൽ. കൊറേ ഉണ്ടല്ലോ.
ഫുള്ളോട്ടൊന്നും ഇങ്ങനെ എവിടെയും കാണാറില്ല. ഓ ഇത് നമുക്ക് മൊത്തമായിട്ട് ഉണ്ടാവുമോ കൊടുക്കാൻ? അതെ കടകളിൽ കൊടുക്കുന്നുണ്ട്. ഉണ്ടാവും. ഓ 5-8 ഷോപ്പില് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ. അപ്പൊ എങ്ങനെയാണ് ഇവരെ ബ്രീഡിങ് ഇവിടെ എങ്ങനെയാ ചെയ്യുന്നത്? കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ? കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ബ്രീഡിംഗ് പെയറായ മാറ്റിയിടും, അക്വേറിയത്തിലേക്ക് മാറ്റി വെക്കും. ഇങ്ങനത്തെ ചെറിയ ചെറിയ അക്വേറിയങ്ങളിലേക്ക് മാറ്റി വെക്കും. ഫുൾ റെഡിന്റെ ആണോ? ഇതെല്ലാം ഫുൾ റെഡിന്റെ കുട്ടികളാണ്. ഇങ്ങനെ അക്വേറിയത്തിലേക്ക് മാറ്റി. അപ്പൊ ഇവർക്ക് എന്ത് ഫുഡാണ് ഇപ്പൊ കൊടുക്കുക? ഇതിനൊക്കെ മൊയിന, ചെറിയ മൊയിനയും പിന്നെ ലാർവല് അത് അത്യാവശ്യം അതും കൊടുക്കും. പിന്നെ ആർട്ടിമി. പിന്നെ എപ്പോഴാണ് അത് നമ്മള് മെയിലും ഫീമെയിലും ഇതേമാതിരി തിരിച്ചിരിക്കുക? അത് ഒരു വലിപ്പം എത്തുമ്പോ നമ്മൾ അതിന്റെ അത് മാറ്റിയിടും. എന്നിട്ട് പിന്നെ അതിൽ വേറെ കുട്ടികളെ ഇടും. ഇതാണ് ഫുൾ റെഡിന്റെ ഇവിടെ സെറ്റപ്പ്. ഇതൊക്കെ ബ്രൂഡുകളാണ്. ഫീമെയിലാണ്, മെയിലിനപ്പുറം മാറ്റിയിട്ടാണ്. അതിന്റെ മെയിലുകള് ഇവിടേക്ക് തിരിച്ചിരിക്കുക. അതെല്ലാം കുട്ടികളാണ്, ഓരോ ബാച്ചിലുള്ള കുട്ടികളാണ്. ഓരോ ബാച്ചായിട്ട് തിരിയുന്നതാണ്. ഇതിപ്പോ ഫീമെയിലിനെ എങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ടിരിക്കുന്നത്? ഇത് പ്രസവിക്കാനായതിനെ മാറ്റിയിട്ടിട്ട് ഇപ്പൊ അത് പ്രസവിച്ചതാണ്. ഇനിയിപ്പോ അതിനെ മാറ്റും വേറൊരു അക്വേറിയത്തിലേക്ക്. വയറൊക്കെ ചുരുങ്ങി. വയറൊക്കെ ചുരുങ്ങി. അതിലുണ്ട് ഒരു 10-90 കുട്ടികളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നല്ല നേരെ നേരെ ഇരിക്കല്ലേ. ഫ്രണ്ട്സ്, നമ്മള് ഒരു വെറൈറ്റി സംഭവം ഇവിടെ കണ്ടു. ഫുൾ റെഡ് ഏകദേശം ഒരു 100-150 പെയറോളം ഇവിടെ ഇപ്പൊ കൊടുക്കാനായിട്ടുണ്ട്. അപ്പൊ അത് വളർത്തുന്ന രീതി ഈ സംഭവം തന്നെയാണ്. അപ്പോൾ നേരത്തെ കണ്ടു ഓരോ ഫീമെയിലും ചെറിയ ബേസിനിലാക്കിയിട്ടാണ് അതിനെ ഒരു പ്രസവിക്കുന്ന രീതിയിൽ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ചെറിയ ബേസിനിൽ ഏകദേശം ഒരു 10-40 കുഞ്ഞുങ്ങളതിൽ കണ്ടു. എന്നിട്ട് അതിനെ നമ്മൾ ഇവിടെ അശോകേട്ടൻ ചെറിയ ഗ്ലാസ് അക്വേറിയങ്ങളിൽ സെറ്റപ്പ് ആക്കും. എന്നിട്ട് അതിന് നല്ല ലൈഫ് ഫുഡും കൊടുത്ത് ഒരു 10-15 ദിവസമായി കഴിഞ്ഞാൽ ഫീമെയിലും മെയിലും തിരിച്ചാക്കും. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ ഗ്ലാസ്സിൽ കണ്ട ആ ഒരു ക്വാളിറ്റിയിൽ അത് എത്താനുള്ള ഒരു കാരണം. ഫുൾ റെഡ് നമ്മൾ വളർത്തുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് എന്തായാലും സംഭവം സൂപ്പറായി. വളരെ കുറച്ച് മാത്രമല്ല, ഒരുപാട് ഐറ്റം ഫുൾ റെഡ് പെടണം. നമ്മൾ ഓരോ ഫിഡിൻ്റെ കേസിലും ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫുൾ റെഡ് എന്ന് പറയുന്നത് അൽബിനോ എന്ന് പറഞ്ഞാൽ ചുവന്ന കണ്ണുള്ളത്. അത് അത്യാവശ്യം ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. എന്തെങ്കിലും ക്ലൈമറ്റ് ചേഞ്ചോ മഴയും വെയിലൊക്കെ കൂടുതലായി വരുമ്പോൾ ഡെഡായി പോകാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അശോകേട്ടൻ നന്നായിട്ട് അത് കീപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് മേടിച്ച് കൊണ്ടുവന്നവർക്കും ആ ഒരു ഇഷ്യൂസ് വരില്ല. നല്ല പക്കായിട്ട് നമുക്ക് ഇതേമാതിരി തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾ ഇറങ്ങി ആ ഒരു പേരൻസിൻ്റെ ആ ഒരു ക്വാളിറ്റി തന്നെ കുട്ടികളെ കിട്ടും. അപ്പോൾ വളർത്തുന്ന രീതി സംഭവം സൂപ്പറായിട്ടുണ്ട്. ബ്രൂഡായാലും ആ കുഞ്ഞുങ്ങളെ കൊടുക്കാനുള്ള സൈസിലായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇവിടെ അശോകേട്ടൻ വളർത്തുന്ന രീതി. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു ഗപ്പിനെ നമുക്ക് നോക്കാം. അശോകേട്ടൻ എന്താ അപ്പൊ അടുത്തത്? ഇത് ടെക്സലോക്കോയി. നമ്മളെ പഴയ രാജാവാട്ടോ. ഇത് എങ്ങനെ കേപ്പ് എത്ര ശതമാനം വരാറുണ്ട്? ഇതൊരു 10-50 കേപ്പ് കിട്ടാറുണ്ട്. നല്ല കുഞ്ഞുങ്ങളെയും കിട്ടും അല്ലേ? നല്ല കുഞ്ഞുങ്ങളെ കിട്ടും. പഴയ മോഡൽ ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത്? ഇത് 150-200. ഇത് നല്ല രസമുണ്ടല്ലോ. അതേതാണ്? ഇത് മെറ്റൽ റെഡ് റോസ്റ്റൈൽ. നല്ല ടെയിൽ ഉണ്ടാവും. നല്ല ടെയിലായിരിക്കും. മെറ്റൽ പ്രിന്റ് ബോഡിയിൽ ടെയില് ലേസ് ആയിട്ട്. ഇത് ബ്ലാക്ക് ഐ അല്ലേ വരുന്നേ? അടിപൊളി. നല്ല സൈസ് മെയിൽ വരും അല്ലേ? നല്ല ടെയിലും നല്ല ലെങ്ത്തും. എങ്ങനെയത്? 150-200. ഫ്രണ്ട്സ്, നമ്മളിതാ അടുത്ത ടെന്റ് എത്തിട്ടോ. 3ാമത്തെ ടെന്റാണ്. അപ്പോൾ അടുത്ത ഗപ്പികൾ അതിലാണ്. നോക്കാം. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ട് തന്നെ സംഭവം ആയിട്ടുണ്ട്. ഒന്നിച്ചൊരു ടെന്റിലല്ല, വേറെ ആയിട്ട്. ഇപ്പോൾ 3ാമത്തെ ആ ഒരു ടെന്റിലേക്ക് നമുക്ക് പോവാം. എന്താ വൃത്തി, നല്ല അടിപൊളിയായിട്ട് എല്ലാ അടുക്കും ചിട്ടയോടെ വെച്ചിട്ടുണ്ടല്ലോ. ഇവിടത്തെ വെറൈറ്റി ഉണ്ട്. ഇപ്പോ ഇവിടെ ഇപ്പൊ 5-6 വെറൈറ്റി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഇത് പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ ഗപ്പികളെ അടുത്ത രാജാവ്. സംഭവം അടിപൊളിയല്ലോ. വേറൊരു ബാച്ചാണ്. ബാച്ച് മാറ്റി ഇതൊക്കെ എങ്ങനെ?
ഇത് 150 200. അതിന്റെ കുട്ടികളാണ്, അതൊക്കെ മാറ്റിയിട്ട് കുട്ടികളാണ് ഇതൊക്കെ. ഈ അക്വേറിയങ്ങൾ ഇതെല്ലാം കുട്ടികൾ, ഓരോ ബാച്ചാണ്. ഓരോ ബാച്ച് ശരിക്കും ഇങ്ങനെ വേണം ശരിക്കും ഗപ്പികൾ വളർത്തുകയാണ് അല്ലേ? അപ്പൊ എല്ലാം നല്ല ക്വാളിറ്റിയിൽ കിട്ടും. ഓ അടിപൊളി. ഇത് അത് തന്നെ പ്ലാറ്റിനം റെഡ് ബീഗ്. അത് ബ്രൂഡാണ്, ബ്രൂഡിനെ മാറ്റിയിട്ടാണ്. ഇനി ഇതിന്റെ അകത്ത് കുട്ടി വരുമ്പോ കുട്ടീനെ ബ്രൂഡാണ്. നല്ല സൈസ് ആയിട്ടുണ്ടല്ലോ. നല്ല സൈസ് ആയിട്ട്. എത്ര കുഞ്ഞുങ്ങളെ കിട്ടലുണ്ട്? ഇതില് 10-60 കുട്ടികളെ കിട്ടുന്നുണ്ട്. എന്നിട്ട് ഈ കുഞ്ഞുങ്ങൾ ഇതിപ്പം പ്രസവിച്ചതാണ് ഇതെല്ലാം. അടുത്ത് 2 ദിവസം കൊണ്ട് പ്രസവിച്ചാണ്. എവിടെ അതിന്റെ ബ്രൂഡ്? കുഞ്ഞുങ്ങളെ ഇന്ന് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയപ്പോ ഇവിടെ അടുത്ത ബ്രൂഡ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അടുത്തത് ഫുൾ റെഡ് കണ്ട അതേ രീതിയിൽ തന്നെ പ്ലാറ്റിൻ റെഡും ഇഷ്ടം പോലെ ഏകദേശം 3-4 ഫ്രിഡ്ജ് കേസിൽ അതിൻ്റെ ബ്രൂഡ് സെറ്റാക്കിയിട്ടുണ്ട്. ആ ബ്രൂഡ് സെറ്റാക്കി തന്നെ നല്ല അടിപൊളി നല്ല വൃത്തിക്ക് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന രീതി കണ്ടില്ല, അടിപൊളി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അശോകേട്ടൻ അത് കണ്ടുപഠിക്കേണ്ട രീതി തന്നെയാണ് ഈ ഒരു ഗപ്പി വളർത്തൽ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ട പ്ലാറ്റിൻ റെഡിൽ കണ്ടില്ലേ, മോൾവി ആയാലും സൈഡ് വ്യൂ ആയാലും നല്ല ക്വാളിറ്റിയിൽ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾ പ്രസവിച്ച് ഓരോ ബാച്ച്, ഇപ്പോൾ ഒരു ബാച്ചിൽ കുഞ്ഞുങ്ങൾ പ്രസവിച്ച് കഴിഞ്ഞാൽ അതിനെ മാറ്റും. പിന്നെ രണ്ടാമത്തെ ബാച്ചിലാണ് കുഞ്ഞുങ്ങൾ പ്രസവിച്ചത് ആ ഒരു ടാങ്കിലിടാതെ വേറെ ടാങ്കിലേക്ക് സെറ്റപ്പ് ആക്കിയില്ല. പക്ഷേ ടാങ്ക് കുറച്ച് അധികം വേണമെന്നുള്ളൂ. പക്ഷേ റിസ്ക് എടുത്താൽ നമുക്ക് അതിൻ്റെ ബലം എന്തായാലും തീർച്ചയായും കാണും. അതുകൊണ്ടാണ് ആ പ്ലാറ്റിനം റെഡ് അത്രയും എല്ലാത്തിനും നല്ല ഇയറും നല്ല ടെയിലും കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു കാരണം. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് 3 ടെൻറ്റിലാണ് ഇപ്പോൾ നമ്മൾ 3 ടെൻറ്റിലാണ് ഇപ്പോൾ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ഏതാ കാണാനുള്ളത്? ഫുൾ ഗോൾഡ് അല്ലേ? ഫുൾ ഗോൾഡ് കൂടി നോക്കാം. ഫുൾ ഗോൾഡ് ഇത് അതിന്റെ കുഞ്ഞുങ്ങളാ? ഇല്ല, ഇത് കുഞ്ഞുങ്ങൾ ഇതിലുണ്ട്. നമ്മുടെ ഫുൾ റെഡിന്റെ ആണ്. ഇതിലുണ്ട്. എങ്ങനെ ഫുൾ ഗോൾഡ്? അത് 150 200. ഇത് വെള്ളമൊക്കെ എന്താ ഇങ്ങനെ പ്ലാന്റ് ഇട്ടിട്ടും കളർ എന്തെങ്കിലും ചേഞ്ച്? അത് വാഴയിലയും ബദാമിന്റെ ഇലയും എല്ലാത്തിനും പ്രയോഗിക്കുന്നുണ്ട്. ഇതിന് നല്ല പ്രതിരോധ ശക്തിയും നല്ല ഉണ്ടാവുന്നുള്ള. ഇത് ബദാമിന്റെ ഇല അല്ലേ? ബദാമിന്റെ ഇല, മറ്റേ വാഴയിലയും. അപ്പൊ രണ്ടും എന്താണ് ഗുണം കിട്ടുന്നത്? ഇത് മീനുകൾക്ക് ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്നല്ല, ഒരു പ്രതിരോധ ശക്തി ഉണ്ടാവും എന്നാ പറയുന്നത്. അതാണ് ഈ കളർ ഇങ്ങനെ വരാനുള്ളത്. അതാണ് ഒരു മഞ്ഞ. അപ്പൊ അധികം അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അത് അളിയുമ്പോ അതെടുത്ത് മാറ്റി ചീഞ്ഞ് പോകുമ്പോ മാറ്റി കളയും, എന്നിട്ട് പുതിയ വേറെ ഇടും. അപ്പൊ വാട്ടർ ചേഞ്ച് ഒക്കെ എങ്ങനെ വരുന്നത്? അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വേസ്റ്റ് മാത്രം വലിച്ചെടുക്കും. ഇത് എമറാൾഡ് ഗ്രീൻ ആണ്. അതിന്റെ ബ്രൂഡാണ് ഇത്. ഇതും കുട്ടികളാ ഇങ്ങനെ. അതിന്റെ കുട്ടികളാ അത്. പോലെ ഉണ്ടല്ലോ. ഇപ്പുറം ഉണ്ട് കുറെ കുട്ടി. ഇതെല്ലാം കുട്ടികളാണ്. നമുക്കിത് ബൾക്ക് ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ആണ്. 2 ബോർഡിൽ സെറ്റ് കുട്ടികളുടെ ഇഷ്ടം അതിൽ ഇറങ്ങിയിട്ടുണ്ട്. മാറ്റം നേരം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? അത്രയൊക്കെ ബോർഡിനൊക്കെ എത്ര കുഞ്ഞിനെ കിട്ടലുണ്ട്? ഇത് നല്ല കുഞ്ഞുങ്ങൾ 90 കുട്ടികളൊക്കെ കിട്ടും. നല്ല കുട്ടികൾ. നമ്മളിപ്പോ ഗ്ലാസ്സിൽ കാണിച്ചത് ഇപ്പൊ എത്ര പ്രായതാ? അതൊരു 4 മാസം. അത്ര പ്രായം. അത്രയും ടെയിൽ കൊണ്ട് അവർക്ക് നീന്താൻ കൂടി ശരിക്കും പറ്റും. നല്ല ലോങ് ടെയിൽ. മോൾവി നല്ല രസം കാണാം ഇതിന്റെ. എങ്ങനെയാ ഇതൊക്കെ? ഇത് 150 200 ആ റേഞ്ചിൽ. അടുത്തത് ഇത് ഡാർക്ക് പർപ്പിൾ. ഇത് നല്ലോണ്ടല്ലോ ഇവിടെ. നല്ലോണമുണ്ട്. ഇതൊക്കെ കൊടുക്കാനായതാ. ഇതാണ് ഒരു സിൽവർ കളർ ബോഡിയിൽ വരും അല്ലേ? നല്ല ഒരുപാട് കുഞ്ഞുങ്ങളെ തരുന്നതാണ്. കുട്ടികൾ കിട്ടും. അതിന്റെ ബ്രൂഡാണ് ഇതൊക്കെ. ഇവിടെ ബ്രൂഡ്. ഇതൊക്കെ നല്ല സൈസാണല്ലോ. ഇത് എല്ലാം ഓരോ ബാച്ച് ആയിട്ടുള്ള കുട്ടികളാണ്. ഈ മേലെ അക്കൂറത്തിൽ വെച്ച്. അതെ. പിന്നെ അതിന്റെ ഇപ്പം പ്രസവിച്ച കുട്ടികൾ ഇതിന്റെ അകത്തുണ്ട്.
ഈ ബ്രൂഡിന്നൊക്കെ സാധാരണ എത്ര വരെ കുഞ്ഞുങ്ങൾ എടുക്കലുണ്ട് ഒരു ബ്രൂഡിന്ന്? ഒരു ബ്രൂഡിന്നൊരു 40-50 കുട്ടികൾ കിട്ടുന്നുണ്ട്. അതല്ല, എത്ര ഒരു ബ്രൂഡ് കഴിഞ്ഞാലേ നമ്മൾ പിന്നെ പ്രസവം കഴിഞ്ഞ പിന്നെ എടുക്കുമോ? എത്ര പ്രസവം കഴിഞ്ഞാൽ? ഒരു 15-20 ദിവസം. അപ്പൊ ഒരു ബ്രൂഡിന്ന് എത്ര ബാച്ച് വരെ എടുക്കലുണ്ട്? ഒരു 5-6 ബാച്ചോളം കിട്ടും. പിന്നെ ബ്രൂഡ് ഇവിടെ തന്നെ സെറ്റ് ആക്കുക? ഇല്ല പിന്നെ ഇതിന്റെ അകത്തുനിന്ന് മാറ്റിയിടും. നല്ല ബ്രൂഡ് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് ബ്രൂഡ് ആക്കും. അങ്ങനെയാ ചെയ്യുന്നത്. ഇല്ല പിന്നെ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഫസ്റ്റത്തെ മേടിക്കേണ്ട ചെലവ് മാത്രമേ വരുന്നുള്ളൂ. അതെല്ലാം ഡാർക്ക് പർപ്പിൾ ആണ്. അതെല്ലാം അപ്പൊ അതോടെ നമുക്ക് മൊത്തമായിട്ട് കൊടുക്കാനുണ്ടാവും. എല്ലാത്തിലും ഈ കളറാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ്. എല്ലാം ബദാമിന്റെ വാഴയില്. അതുകൊണ്ട് കുട്ടികളൊറ്റ ചത്തുപോയില്ല. ഒന്നും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. കുട്ടികളെ വാട്ടർ ചേഞ്ചിങ് ഒക്കെ എപ്പോഴാണ് വരിക? അത് 1-2 ആഴ്ച കൂടുമ്പോ അതിന്റെ വേസ്റ്റ് മാത്രം ചെറിയ പൈപ്പ് ഇട്ടിട്ട് വലിച്ച് കളയും. കുട്ടികൾക്കൊക്കെ ആർട്ടിമീൻ കൊടുക്കാം. ഇതിന് ആർട്ടിമ, മൊയിന, മറ്റേ പ്രിൻസ് വീല് അങ്ങനത്തെ ഒക്കെ കൊടുക്കും. അടുത്തത് ഇതാണ് HB റെഡ് സിൽവർ ആഡോ HB റെഡ്. പുതിയ മോഡൽ അല്ലേ? ഇത് പുതിയ മോഡലാ. ഞാൻ ഇപ്പൊ എടുത്തിട്ടേ ഉള്ളൂ. കുട്ടികളായി വരുന്നേ ഉള്ളൂ. നമുക്ക് എത്ര എന്ന് കൊടുക്കാനാവും? ഒരു 2 മാസത്തിനുള്ളിൽ കൊടുക്കാനാവും. നല്ല വെറൈറ്റി. നല്ല വെറൈറ്റി. ഇത് ഫുൾ ബ്ലാക്ക് ആണ്. ഫുൾ ബ്ലാക്ക്. ലോങ് ടൈൽ ആണ്. ഇനി ലെങ്ത് നല്ല വരുന്നതാണ്. നമ്മളെ പഴയ മോഡല് ഫുൾ ബ്ലാക്കും ഫുൾ റെഡും എപ്പോഴും ആളുകൾ ഒരു ചോദിച്ചു വരുന്നവരാണ്. നല്ല അടിപൊളി സംഭവം. ഇത് എങ്ങനെ മാർക്കറ്റിലൊക്കെ വരും? അത് 150-200. അടുത്തത് ഇത് പർപ്പിൾ ബെറി ഡ്രാഗൺ. ഇതൊരു സംഭവം കേട്ടോ. നമ്മളെ ഡാർക്ക് പർപ്പിളിന്റെ ഒക്കെ അതേമാതിരി ഒരുപാട് കുഞ്ഞുങ്ങളും വരും. ലോങ് ടൈലും വരും, ഇയറും വരും. ഇയറും കാണിക്കും. ഇതെല്ലാം അതിന്റെ കുട്ടികളാണ്. ഇതൊക്കെ അതിന്റെ ബാച്ചായിട്ട്. ഇത് ബ്രൂഡാണ്. അതിന്റെ ബ്രൂഡാണ് ഇവിടെ. ഇതെല്ലാം ഓരോ ബാച്ചായിട്ടാണ് തിരിച്ചുള്ള. ഇതിപ്പോ എങ്ങനെ മാർക്കറ്റിലൊക്കെ വരും? 150-200. അടുത്തത് ഇത് മോസ്കോ ചോക്ലേറ്റ് ആണ്. മോസ്കോ ചോക്ലേറ്റ് ഒരു സംഭവം ടൈപ്പ് കളർ, റയർ കളർ ആയിട്ട് വരുന്നത്. ബ്ലാക്ക് ഐയിൽ വരുന്നതല്ലേ? ഇത് എങ്ങനെ ഇപ്പൊ മാർക്കറ്റിലൊക്കെ വരും? ഇത് 150-200. ഇത് ആയിട്ടില്ല, അതിനേ ഉള്ളൂ. കുട്ടികളായിക്കേ ഉള്ളൂ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇത്ര വെറൈറ്റി ഗപ്പികൾ ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കി. അപ്പോൾ അതിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നമുക്ക് വളരെ ഒരു തുടക്കക്കാർക്ക് വളരെ ഈസി ആയി വളർത്താൻ പറ്റുന്ന ഗപ്പികളാണ് ഇപ്പോൾ അശോകൻ്റെ കയ്യിലുള്ളത്. ഒന്ന് നമ്മളെ ഡാർക്ക് പർപ്പിൾ ബെറി ഡ്രാഗൺ, എമറാൾഡ് ഗ്രീന്, ഫുൾ ഗോൾഡ്, പിന്നെ ഫുൾ റെഡ്, പിന്നെ ഫുൾ ബ്ലാക്ക്, പ്ലാറ്റിനം റെഡ്. ഇതൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങൾ തരുന്ന റൈറ്റാണ്. അപ്പോൾ അതാണ് ഇവിടെ നമ്മളെ വെറൈറ്റി ആയിട്ട് അതിൽ ഒരുപാട് ഐറ്റംസ് ഓരോ നിറഞ്ഞിരിക്കുകയാണ്. എല്ലാ ടാങ്കിലും നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വളർത്തുന്നവർക്ക് ഈസിയാണ് ഈ സംഭവം. അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ തരും. അതാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും വെറൈറ്റി ഗപ്പികൾ എടുത്തതിൻ്റെ കാരണം. നമ്മളിപ്പോൾ എമറാൾഡ് ഗ്രീൻ ആണെങ്കിലും അതിന് ഏകദേശം 60, 70, 80 വരെ കുഞ്ഞുങ്ങളെ കിട്ടാറുണ്ട്. അതായത് ഡാർക്ക് പർപ്പിളിനും അത്രയും കുഞ്ഞുങ്ങൾ. അധികം കുഞ്ഞുങ്ങളെയും കഴിക്കാത്ത വെറൈറ്റി ഗപ്പികളാണ് ഇപ്പോൾ അശോക് ഇവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് കാണാം മിക്സഡ് ഗപ്പികളുണ്ട്. മിക്സഡ് ഗപ്പി ഇവിടെ ഒരു തരംഗമാണ്. നമ്മളിപ്പോൾ ബാക്കിൽ കാണുന്ന ആ ഒരു ടാങ്കിൽ മിക്സഡ് ഗപ്പികളുണ്ട്. അത്രയും മിക്സഡ് ഗപ്പികളുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. എന്താ കൊറേ ഉണ്ടല്ലോ. ഇത് തന്നെ ഉണ്ട് 500-ന്റെ മേലെ ഈ ഒരു ടാങ്കിൽ തന്നെ ഉണ്ട്. ഇതിനെ മാറ്റിയിടില്ല, അതിൽ തന്നെ വളരടാ. അപ്പൊ ഇതിനൊക്കെ ടാങ്കിലെല്ലാം മാറ്റിയിരുന്ന ഒരുപാട്. പല മിക്സഡ് ഗപ്പികളായതല്ലേ? ഇവിടെ വന്ന് ഇത് മിക്സഡ് ഗപ്പികൾ ആക്കണതോ? ഇവിടെ നിന്ന് ആക്കി എടുത്തത്. അതായത് ചില കളർ ചേഞ്ച് ഒക്കെ വരുന്നത് അങ്ങനെ മാറ്റിയിട്ടിട്ട് മിക്സ് ആക്കി മാറ്റുന്നതാണ്. ജസ്റ്റ് ഒന്ന് കോരിട്ടുള്ളൂ, അതിൽ എത്രയുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ നമ്മള് എങ്ങനെയത് കൊടുക്കുന്നത് ഇവിടെ? ഇത് ഈ 20-30 പേരിന് അല്ലേ? അതെ.
ഇത് നമുക്ക് മൊത്തമായിട്ട് കൊടുക്കാണ്ടാവില്ലേ? ഓ ഇത് എത്ര വേണമെങ്കിൽ കൊടുക്കാനുണ്ട്. 200-300 പീസൊക്കെ ഷോപ്പിലേക്ക് കൊടുക്കുന്ന. ഫ്രണ്ട്സ് നമ്മൾ ഹൈ ക്വാളിറ്റി ഗപ്പികളൊക്കെ കണ്ടു. അടുത്ത് നമ്മൾ മിക്സഡ് ഗപ്പികളെ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ടെൻറ്റിൽ കാണിച്ചു. അത് മാത്രമല്ല നമ്മളിപ്പോൾ ബാക്കിൽ കാണിക്കുന്ന അത് അത്രയും വലിയ ടാങ്കിലും നമ്മുടെ മിക്സഡ് ഗപ്പികൾ നിറഞ്ഞിരിക്കുകയാണ്. അത് നേരത്തെ കണ്ട ചെറിയ ടാങ്കിൽ ഏകദേശം 500ഓളം പീസ് ഉണ്ട്. അതിനേക്കാളും കൂടുതൽ മിക്സഡ് ഗപ്പികൾ അവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മിക്സഡ് ഗപ്പികൾ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും ഐറ്റംസ് കണ്ടിട്ടില്ല. നമുക്കത് അവിടെയും മിക്സഡ് ഗപ്പികൾ ഉണ്ടോ നോക്കി നോക്കാം. ഇതൊക്കെ മിക്സഡ് ഗപ്പികളല്ലേ? ഇതെല്ലാം മിക്സഡ് ആണ്. മിക്സഡ് നമ്മളെ പ്ലാറ്റിനറ്റും ഒക്കെ കിടക്കണ്ടല്ലോ. എല്ലാം ഉണ്ട്. അത് ഈ കളർ കയറി പിന്നെ മാറ്റും അങ്ങനെ അത് പലതായിട്ട് മിക്സ് ആയിട്ട് മാറും. ഇവിടെ ഉണ്ട് വീട് ചുറ്റുണ്ടല്ലോ. ആഹാ എല്ലാം നിറഞ്ഞിരിക്കാണല്ലോ. ഗപ്പികളെ ചാകര. ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അതിന് നെറ്റിൽ ഇപ്പോൾ കോരി എടുത്തു. അപ്പോൾ കോരി എടുത്തപ്പോൾ നമുക്ക് വലിയ സൈസിലുള്ള ഫീമെയില്, നല്ല ക്വാളിറ്റിയിലുള്ള മെയില്, അതൊക്കെ നമുക്ക് മിക്സഡ് ഗപ്പികളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കോരിയിട്ടുള്ളൂ. ജസ്റ്റ് ചെറിയൊരു ടാങ്കിൽ കോരിയിട്ടുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ബേസിലേക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇത് തന്നെ 100-200ഓളം പീസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കണ്ടു. ഇതാ വലിയ ഫീമെയിലുകൾ, ഇത്രയും വലിയ ഫീമെയിലുകളൊക്കെ അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഫീമെയിലാണ്, വലിയ ഫീമെയിലുകൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ റേറ്റിന് കിട്ടില്ലേ ഇവിടുന്ന്? അതെ. ഓക്കെ. നല്ല ഇതിനൊക്കെ നമുക്ക് കുറേ കുഞ്ഞുങ്ങളും തരുന്നതാണ് ഈ ഐറ്റം, ഈ ഒരു ഗപ്പികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അക്വേറിയം ഷോപ്പിലും ഒക്കെ ഇവിടുന്ന് അപ്പോൾ അവൈലബിൾ ആയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാം. ഇഷ്ടംപോലെ ഗപ്പികൾ ഇവിടുന്ന് കിട്ടും. കട്ടി. അപ്പോൾ ഈ ഒരു ടാങ്ക് വളരെ പ്രത്യേകം നല്ല ആഴമൊന്നുമില്ലല്ലോ? ഇല്ല വളരെ ആഴം കുറവാണ്. 10 സെന്റി അല്ല 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ വെള്ളം ഉണ്ടാവുള്ളൂ. ഒരു അടി താഴ്ച ഉണ്ടാവും. അതല്ല നീളം എത്രയാണ് ഇപ്പൊ ഇത് ടാങ്കിന്റെ? നീളം ഒരു 8 അടി. 8.4 ഇതല്ല 8.4. ഇങ്ങനെ ഒരു ടാങ്ക് സെറ്റ് ആയതുകൊണ്ടാണെങ്കിൽ ഇത്രയും ബൾക്കായിട്ട് ഉണ്ടാവുന്നത് ഗപ്പികൾ? അതെ. ഇച്ചേക്ക് നല്ല ഓടി നടക്കുകയും ചെയ്യാം. കുട്ടികൾക്ക് നല്ല ഫേസ് ഉണ്ടാവുമല്ലോ. പറഞ്ഞോട്ടെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഗപ്പികളെ വളർത്തുന്ന രീതി അശോകട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അശോകട്ടോടെ വളർത്തുന്ന ഗപ്പികളെ ആ ടാങ്ക് സെറ്റപ്പ് നമ്മൾ കണ്ടില്ലേ? വളരെയധികം ഈ വലുപ്പത്തിൽ ആഴത്തിലുള്ളൂ ഇവിടെ ഗപ്പികളെ ആ ഒരു ടാങ്ക് എന്ന് പറഞ്ഞു. പക്ഷേ നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ അങ്ങനെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ കണ്ട ആ ഒരു കൂട്ടത്തോടു കൂടി ഗപ്പികളെ നമുക്ക് കിട്ടും. എല്ലാവർക്കും കൂടുതൽ ആഗ്രഹം ഗപ്പികൾ കൂടുതൽ ഉണ്ടാവുകയാണ്, എല്ലാവർക്കും ഉള്ള ആഗ്രഹം. അപ്പോൾ അത് ഇവിടെ അശോകട്ട ഇവിടെ കാണിച്ചു തന്നു. നമ്മളിപ്പോൾ ഓരോ ടാങ്കിലും ഗപ്പികൾ നിറഞ്ഞിരിക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് നെറ്റിലൊന്ന് കോരി വന്നപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഗപ്പികളായിരുന്നു കിട്ടിയത്. അത് വലിയ സൈസിലുള്ള ഈ വലുപ്പമുള്ള നല്ല വണ്ണത്തിലുള്ള ഫീമെയിലും മെയിലും ഒക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാ ഹൈബ്രിഡ് ഗപ്പികളെ ക്വാളിറ്റി തന്നെയാണ് ഇവിടെ മിക്സഡ് ഗപ്പികളുണ്ട്. ഏകദേശം ഒരു 3000ഓളം പീസ് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും നമ്മളെ അല്ലേ ഗപ്പികൾ, മിക്സഡ് ഗപ്പികൾ ഉണ്ടാവും. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നാണ് മിക്സഡ് ഗപ്പികൾ കിട്ടാൻ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഏകദേശം ഒരു 3000ഓളം പീസ് ഗപ്പികൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമ്മളെ തൈയുള്ളതിൽ ഗപ്പി ഫാമിൽ ഇപ്പോൾ ഉണ്ട്. അത് നല്ല ക്വാളിറ്റിയിലുള്ള ഗപ്പികളാണ് ഞാൻ ഈ മിക്സഡ് ഗപ്പികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 25 ടാങ്കോളം മിക്സഡ് ഗപ്പികൾ ഉണ്ടാവും അല്ലേ? മിക്സഡ് ഗപ്പികളായിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഈ ഗപ്പികൾ. അപ്പോൾ അടുത്ത കാലത്തൊന്നും മിക്സഡ് ഗപ്പികൾ ഇത്രയും വലിയ കളക്ഷൻസ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് നമ്മളിനി വീഡിയോ ഇറങ്ങുമ്പോൾ തന്നെ വേഗം ഇത് കഴിയും. അപ്പോൾ വേഗം ആൾക്കാർ വേഗം ഓർഡർ ചെയ്തു. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി ഗപ്പികളെ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മളെ സോഡ് വെറൈറ്റിയാണ്. സോഡ് വെറൈറ്റി പറഞ്ഞാൽ നമ്മൾ പ്ലാറ്റിയുടെ ആ ഒരു ടെയിലിൻ്റെ അഗ്രത്തിൽ ഒരു സൂചി മോല നിൽക്കും മെയിലിന് ഒരു സംഭവമാണ്. അപ്പോൾ അതിവിടെ ചെയ്ത് നമ്മൾ ഗപ്പികളെ ആ ഒരു ടെൻറ്റ് കെട്ടി അതേ മാറ്റി. അത് ചെറിയ ടെൻറ്റ്. അപ്പോൾ ആ ടെൻറ്റിൽ ഇപ്പോൾ ഒരു 3 ടെൻറ്റുകളിവിടെ ചെയ്തിട്ടുണ്ട്. അത് സോഡ് വലിയ സോഡാട്ടോ. അപ്പോൾ ആ സോഡ് വെറൈറ്റിയാണ് നമ്മൾ ഈ ഒരു ടാങ്കിൽ കാണാൻ പോകുന്നത്. അത് നമുക്ക് ഗ്ലാസ്സിലേക്ക് എടുത്ത് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സോഡ് വെറൈറ്റി അല്ലേ? ആളെ കണ്ടപ്പോൾ പേടിച്ചു പോയി. ഈ ഗ്ലാസ്സിൽ കാണുന്ന ഈ വലിപ്പം ഉണ്ടാവില്ലേ? കുട്ടികളും എല്ലാം ഉണ്ടാവും. നല്ല കുഞ്ഞുങ്ങളെയും കിട്ടും. ഫീമെയിൽ നല്ല സൈസ് വരും, മെയില് നല്ല സൈസ്. ഈ ഗ്ലാസ്സിൽ ഒതുങ്ങളില്ല അല്ലേ കണ്ടിട്ട്? നമ്മളിപ്പോ ഈ കയ്യിലെടുത്തത് ആ ഒരു മെയിലാണ്. അത്രയും കൈ ഫുള്ളായി ആ മെയില്. അതിലും വലിയ മെയിലുണ്ടാവും. പിന്നെ പേരില് ബ്രൂഡിനോട് ഇട്ട് കൊടുക്കുന്ന. ഇതിലിപ്പോ എത്ര ഈ ടാങ്കിൽ എത്ര ഉണ്ട്?
ഇതിലൊരു 10-100 ഉണ്ടാവും. 100 പീസ് ഉണ്ടാവും. എങ്ങനെയാണ് ഇതൊക്കെ? ഇത് 40-50 ആ റേഞ്ചിലാണ് വരുന്നത്. ഇവിടെ ഈ ടെന്റിലും തന്നെയാണ്. ഇതെല്ലാം അത് തന്നെ. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് വേറെ തന്നെ. ഇതിപ്പോ ഒരു ഫുള്ള് സേഫ് ആയിട്ട് അല്ലേ? അധികം ആഴമില്ല, ചെറിയ ഷീറ്റ് വെച്ചിട്ട്. ഇതെല്ലാം 8-4 വലിപ്പം. 8-4 വലിപ്പത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ അശോകേട്ട ഇവിടെ വളർത്തുന്ന രീതി ഇതുവരെയും കണ്ടിട്ടില്ല. യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഇത്രയും കാലമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല. ഓരോ ടാങ്കും ചെറിയ ഈ ഒരു ആഴത്തിൽ ഇത്ര ഉയരത്തിൽ, മറ്റു വലിയ ടെന്റ് മുകളിലേക്കൊക്കെ കെട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് ഇത്ര താഴ്ചയിലാണ് ഈ ഒരു മുകളിൽ ഷീറ്റ് ഇട്ടിട്ട് ഏകദേശം 8-4 അല്ലേ? 8-4 അടിയിൽ ഇത് ഫുള്ള് സേഫ് ആയിട്ട് നെറ്റൊക്കെ വെച്ച് കൊറ്റികളോ പാമ്പോ ഒന്നും വരാത്ത രീതിയിൽ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ സോഡിന് വേണ്ടിയിട്ട് 3 ടാങ്ക് ഇതേമാതിരി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. 4 ടാങ്ക് ഇതേമാതിരി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇതേമാതിരി തന്നെ ഗപ്പിയാണെങ്കിൽ കുറച്ച് ഉയരത്തിലാക്കിയിട്ടുണ്ട്. ഇത് വളരെയധികം വെറൈറ്റി ആയിട്ട് നിലത്തോട് പതിഞ്ഞ രീതിയിൽ ടാങ്ക് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ ഇങ്ങനത്തെ ഒരു ടാങ്ക് കണ്ടിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇനി എന്താ നോക്കാനുള്ളത്? ഇനി ഓസ്കാർ വെറൈറ്റികളുണ്ട്, അത് നോക്കാം. അപ്പൊ ശരിക്കും എത്ര വെറൈറ്റി ആണ് അപ്പൊ ഓസ്കാർ പറഞ്ഞത്? 3 വെറൈറ്റി. ടൈഗർ, ആൽബിനോ റെഡ്, കോപ്പർ. ഇപ്പൊ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് നമ്മളിപ്പോ ഈ ഗ്ലാസ് എടുത്ത ഓസ്കാർ ഏതാണ്? ഇത് ഓസ്കാർ ടൈഗർ ഉണ്ട്. ടൈഗറിന്റെ ഓസ്കാറാണ് ഇപ്പൊ ഈ ഗ്ലാസ് എടുത്തത്. പിന്നെ കോപ്പർ അതിന്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ ഇതിപ്പോ ടൈഗർ കൊണ്ട് കാണിക്കുന്നത്. ഇതിപ്പോ എത്ര ഇഞ്ച് ആയതാണ്? ഇത് 1 ഇഞ്ച് സൈസ് ആണ്. 1 ഇഞ്ച് സൈസ് ആയതാണ്. ഇവിടെ ബ്രീഡ് ആയതല്ലേ? ഇതെല്ലാം ഇവിടെ തന്നെ ബ്രീഡ് ആകുന്നതാണ്. പെല്ലറ്റും ഒക്കെ കഴിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഇതിന്റെ ഒരു സൈസിനൊക്കെ മാർക്കറ്റിൽ വരുന്നപ്പോ? ഇതിപ്പോ 40-50 പീസിന് വരുന്നത്. പിന്നെ ഇതിന്റെ കോപ്പർ നടക്കണ്ടേ? അതിന് ഗ്ലാസ് എടുക്കാം. ഗ്ലാസ് എടുത്ത കോപ്പർ നമ്മൾ കാണുന്നത് കളറൊക്കെ വരുന്നുള്ളൂ അല്ലേ? നല്ല ചുവപ്പ് നിറം വരും. നല്ല അതിന്റെ വലിയ സൈസ് കണ്ടല്ലോ. ഇതും എത്ര ഇഞ്ച് ആയതാ? ഇതെല്ലാം 1 ഇഞ്ച് തന്നെ. 1 ഇഞ്ച് ആയതാ. റേറ്റ് എല്ലാം അതെ സെയിം. ഇത് മാർക്കറ്റിൽ ഇപ്പൊ രണ്ടും ഒരേ മാതിരി തന്നെയാണ്. 40-50 റേഞ്ചിൽ വരുന്നത്. നമുക്കിത് എങ്ങനെ മൊത്തമായിട്ടുണ്ടാവോ? ഇല്ല, ഇപ്പൊ റീറ്റെയിൽ ആണ്. അപ്പൊ നമുക്കിത് മൊത്തമായിട്ടോ ചില്ലറായിട്ടോ എങ്ങനെ? അത് ചില്ലറയായിട്ടാണ് ഇപ്പൊ വരുന്നത്. ഇതിന്റെ സൈസ് അടുത്തത് 2 ഇഞ്ച് വരുന്നുണ്ട്. അപ്പൊ അശോകേട്ട ഇപ്പൊ തുടങ്ങിയിട്ട് ഇപ്പൊ 4 വർഷമായി? 4 വർഷത്തോളം. അന്ന് തന്നെ ഗപ്പികൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തു. പിന്നെയാണ് ഓസ്കാറിലേക്ക് വന്നെ. ഓസ്കാർ ഇപ്പൊ എത്രയായി? ഒരു 3 വർഷത്തോളമായി. 3 വർഷത്തോളം. അപ്പൊ ആദ്യം ഏതാ എടുത്തത് ഓസ്കാർ വെറൈറ്റി? ഇത് തന്നെ ടൈഗറും ആൽബിനോ റെഡും. കൊല്ലം കോപ്പർ ഇല്ല, പിന്നെയാണ് കോപ്പർ വന്നത്. ഗപ്പികളാണ്, ഹൈബ്രിഡ് ഗപ്പി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു മിക്സർ ഗപ്പികൾ കുറെ ഐറ്റംസ് കണ്ടു. അത് കുറച്ചിട്ട് ഹൈബ്രിഡ് ഗപ്പികളെ കുറച്ചുകൂടി വെറൈറ്റി കൊണ്ടുവരണം. ഇപ്പൊ 12 വെറൈറ്റി നോക്കി 10 വെറൈറ്റി കൂടി ഉണ്ടാവും. 10 വെറൈറ്റി ഗപ്പികൾ ഇവിടെ കൊണ്ടുവരും. അപ്പൊ ഓസ്കാറും കുറച്ചുകൂടി മാറ്റം വരും. അപ്പൊ അത്യാവശ്യം നല്ല സ്ഥലങ്ങളുണ്ട്. അപ്പൊ വെള്ളം സൗകര്യം ഇഷ്ടം പോലെ ടാങ്കിലൊക്കെ അതിനെ ഉപയോഗിക്കും. അപ്പോൾ എനിക്കൊരു ഫിഷ് ഫാം ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് വേണ്ടത് വെള്ളമാണ്. അതിവിടെ ഇഷ്ടം പോലെ ഉണ്ട്. വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വെള്ളം യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഉള്ള ഫിഷിനൊക്കെ അത്രയും നല്ല ക്വാളിറ്റിയിലുള്ളത്. ഇനി നമുക്ക് കുറച്ചുകൂടി ഐറ്റംസ് നോക്കാം, അവിടെ നോക്കാം അല്ലേ? ഇത് ഏതാ അടുത്ത് നോക്കാൻ പോണേ? ഇത് 2 ഇഞ്ച്, 2 ഇഞ്ചില് 2-2.5 ഇഞ്ച് വരും. ഏതാണ് ഐറ്റം? ഇത് ടൈഗർ ആണ്. ടൈഗർ ഓസ്കാർ ഇവിടൊക്കെ ബ്രീഡ് ആയത് അല്ലേ? ഇതാണല്ലേ? എത്ര 3 ഇഞ്ച് കഴിഞ്ഞു? 2 ഇഞ്ച് പ്ലസ്. എങ്ങനെയാ ഇതൊക്കെ വരുന്നത്? ഇത് 75-90 കളറൊക്കെ ആയി വരുന്നുള്ളൂ അല്ലേ? പെല്ലറ്റൊക്കെ കഴിക്കാൻ തുടങ്ങി. പെല്ലറ്റ് കഴിക്കാൻ. പിന്നെ കൊഞ്ചൊക്കെ കഴിക്കാൻ കൊഞ്ചം കൊടുക്കും. അടുത്ത് കാണുന്നത് ഇതൊരു 3 ഇഞ്ച് കഴിഞ്ഞതാണ്. ഇത് ടൈഗർ തന്നെ. ടൈഗറും ഉണ്ട്, മറ്റേ കോപ്പറും ഉണ്ട്, രണ്ട് മിക്സ് ആയിട്ട്. രണ്ടും ഉണ്ട്. പ്രിന്റ് ഒക്കെ വരാതാണ്. കോപ്പറും ഉണ്ടല്ലോ. കോപ്പറും ടൈഗറും ഉണ്ട്. കുട്ടികളാവുന്നതുകൊണ്ട് പ്രശ്നമില്ല. രണ്ടുപേരും ഒരുമിച്ച് ഇടുന്ന അധികം. പെല്ലറ്റ് മാത്രമേ കൊടുക്കുള്ളൂ. പെല്ലറ്റ് കൊഞ്ചൻ കൊടുക്കും. എങ്ങനെയാ മാർക്കറ്റ്?
ഇത് 100-120. ആ റേഞ്ചിലാണ്. ഇത് അതിനല്ലേ? അതല്ല അതേ സെയിം തന്നെ, 3 ഇഞ്ച്. ഇതൊക്കെ ഇവിടെ ബ്രീഡ് ആയതല്ലേ? ഓക്കെ. അപ്പൊ ഇത് ഈ 3 ഇഞ്ചിനപ്പോ എത്ര പ്രായം ഉണ്ടാവും ഇപ്പൊ? ഒരു 3 മാസം, 2.5-3. അപ്പൊ ഫുഡ് എത്ര നേരം കൊടുക്കല് ഇപ്പൊ ഇതൊക്കെ? ഇനി 3 നേരം കൊടുക്കും. ചേർത്ത് നേരത്തെ കാണിച്ച അതിന്റെ അതിനും കൊടുക്കും അതുപോലെ തന്നെ 3 നേരം. ഓ കൊറേ ഉണ്ടല്ലോ. ഇത് 3 ഇഞ്ച് സൈസ്. ഇതിലും കിടക്കും. ഇതിലും 3 ഇഞ്ച്. എല്ലാത്തിലും നമ്മള് എയറേഷൻ കൊടുത്തിട്ടുണ്ടല്ലേ? എയറേഷൻ നിർബന്ധമാണ്. കോപ്പറും ഓസ്കാറും ശരിക്കും ഈ കളറൊക്കെ എപ്പോഴൊക്കെയാ എത്തുക? കളറൊരു 4-5 നമ്മൾക്ക് കളർ ഇപ്പം തന്നെ കളർ വരാൻ തുടങ്ങി. ഇതാ കോപ്പറിനൊക്കെ ചെറിയ കളർ വന്നു തുടങ്ങി. ഇതിപ്പോ ഏതാണ്? ഇത് ടൈഗറിന്റെ. ഇത് മുട്ട കിട്ടുമെന്ന് ഇട്ടോ? ഇതില് ഓരോ പ്രാവശ്യം ഇട്ടോ. ചില 2 പ്രാവശ്യം, ചില 3 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞു. ഇതിപ്പോ എത്ര ഇഞ്ചായതാണ് ഇപ്പൊ? ഇതിപ്പോ ഒരു 10 ഇഞ്ച്. 10 ഇഞ്ചിന്റെ. ഈ കളർ വരില്ല നമ്മൾ നേരത്തെ കാണിച്ചതൊക്കെ? അതെല്ലാം കളറായി വരും. ഇത് ആൽബിനോ റെഡ് തന്നെ. നമുക്ക് ഇതിന്റെ കുഞ്ഞുങ്ങളായിട്ടില്ല ഇവിടെ? ഇല്ല, ആയിട്ടില്ല. മുമ്പുണ്ടേനു ആ പേരൊക്കെ സെയിലും കഴിഞ്ഞ് പേരും ഒരു രോഗം വന്ന് പോയത്. ഇന്നലെ മാറ്റിയിട്ട പേരുകളായതല്ല. ഇതിപ്പോ എത്ര ഇഞ്ചായത്? ഇതൊരു 8 ഇഞ്ച്. 8-9 ഇഞ്ച് ഉണ്ട്. ഈ ടൈൽ ഇപ്പൊ എന്തിനാ വെച്ചത്? അതിലാണ് മുട്ട ഇടുക. അപ്പം അതിന് ഞങ്ങള് എയറേഷൻ കൊടുത്തിട്ട് അക്വേറിയത്തിലേക്ക് മാറ്റും. മുട്ട ഇതിലിട്ട് കഴിഞ്ഞാല് അതോടെ എടുത്തിട്ട് എയറേഷനിലേക്ക് അക്വേറിയത്തിലിട്ടിട്ട് എയറേഷൻ കൊടുത്ത് അവിടുന്ന് വിരിയും. ഇതെ ഇതിപ്പോ ടൈഗറിന്റെ കുട്ടികളായതാണ്. കുട്ടികൾ കുറവാ ഇപ്രാവശ്യം. എന്താന്നറിയാം, മഴ കൂടുതൽ കൊണ്ടോ എന്താന്നറിയില്ല. ഈ സമയത്ത് ആർട്ടിമേ വിരിച്ചു കൊടുക്കും. ഇതിപ്പോ എത്ര സൈസ് ആവണമെങ്കിൽ നമുക്ക് ഒരു 2-3 മാസം എടുക്കും. പിന്നെ ടാങ്കിലേക്ക് മാറ്റും. അത് ബ്രൂഡ് തന്നെ, അത് ടൈഗറാണ്. ചെറിയ ടൈലായോണ്ട് വെച്ചതാ. ഇത് അത് തന്നെ. അത് അതിന്റെ കുട്ടികളാ. അത് അതെ. ഇത് കോപ്പർ നല്ല കളറെല്ലാം വന്ന്. ഇതിപ്പോ എന്ത് ചെയ്യാനാണ് ഇപ്പൊ? ഇത് ഇതാ പേരായി മാറിയേക്കും. അന്നേരത്തെ ഞങ്ങള് മാറ്റിയിടും. പേരായിട്ടില്ല, ആന്നേ ഉള്ളൂ. എല്ലാം ഉണ്ടല്ലോ. അൽബിനോ ഉണ്ടല്ലോ. അൽബിനോ ഒരു പീസ് അതിലുണ്ട്. പേരാകുമ്പോ എങ്ങനെ മനസ്സിലാവും നോക്കിപ്പോ? അത് ജോഡിയായിട്ട് മാറിയേക്കും. ഒരു മൂലക്ക് മാറിയേക്കും. പിന്നെ അവർ ബ്രീഡ് ആയിക്കോളൂ. എത്ര കുഞ്ഞുങ്ങളെ കിട്ടും? ഇതിന് നല്ല കുട്ടികൾ കിട്ടുന്ന പറയുന്നത്. നമുക്കൊരു 200 കുട്ടികൾ കിട്ടലുണ്ട്. 500 ഒക്കെ കിട്ടുന്ന പറയുന്നത്. പക്ഷെ നമുക്ക് 200-250. അടുത്തത് വലിയ സൈസ് ആണല്ലോ. ഇത് ആൽബിനോ. നമ്മളെ ഫസ്റ്റ് ബ്രൂഡാണ് ഇവിടുത്തെ. എന്നാ ലാസ്റ്റ് കുഞ്ഞുങ്ങളെ കിട്ടിയത്? ഒരു 6-7 മാസമായി ഉണ്ടല്ലേ? പിന്നെ മഴ പിടിച്ചാല് പിന്നെ എന്താന്നറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ അശോകേട്ടൻ ആള് ചില്ലറക്കാരനല്ല. നമ്മളെ സാഗർ പരിക്രമ യാത്ര കേന്ദ്ര ഗവൺമെന്റിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ വൈഫാണ്, അശോകേട്ടന്റെ വൈഫാണ് അവാർഡ് ഏറ്റുവാങ്ങിയത്. ഇത് ഏത് വർഷത്തിലാണ്? 2021-2022 അശോകേട്ടൻ ഈ അവാർഡ് ഏറ്റുവാങ്ങിയത്. അലങ്കാര മത്സ്യ കൃഷി അല്ലേ? അപ്പോൾ അതിനെന്തായാലും ഇങ്ങനെ അവാർഡ് കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ കണ്ട ടാങ്കുകളൊക്കെ ഫിഷൊക്കെ സൂപ്പറായിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഒരുപാട് അവാർഡുകൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഗപ്പികളെ കണ്ടു, ഓസ്കാർ കണ്ടു, പിന്നെ സോഡ് കണ്ടു. എല്ലാം സൂപ്പറായിട്ടുണ്ട്. അവരെ വളർത്തുന്ന രീതിയായാലും നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിക്ക് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ്, ഇത്രയും ഹൈടെക് മാറി ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇവിടുന്ന് നമുക്ക് ഇവിടെ വന്ന് ഇത് മേടിക്കുന്നുണ്ട് ആൾക്കാർ. ഇവിടെ വരികയാണെങ്കിൽ വടകര വന്നാല് വടകരയിൽ നിന്ന് ചെമ്മരത്തൂര് ഒരു 8 കിലോമീറ്റർ. ഗൂഗിൾ മാപ്പ് നോക്കി ബസ് സർവീസ് എല്ലാ സർവീസും ഉണ്ട് ഇവിടെ. എപ്പോഴും ഇവിടെ ആളുണ്ടാവും? ആളുണ്ടാവും. ശരിക്കും എന്താ കച്ചവടം ചെയ്യുന്നത്? ഞാൻ ഗ്ലാസും പ്ലൈവുഡിന്റെ കച്ചവടം ആഞ്ചേരി. അപ്പൊ സൈഡായിട്ട് ആ ഒരു കച്ചവടത്തിന്റെ ഇടയ്ക്ക് ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ശരിക്കും ഫുള്ള് ആക്റ്റീവായി നിൽക്കേണ്ട ആ ഒരു ലെവലൊക്കെ ആയി എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല അത്രയും ശ്രദ്ധയോട് കൂടി നല്ല ഇഷ്ടത്തോടു കൂടി ചെയ്തുകൊണ്ടാണ് ഈ ഒരു ലെവലൊക്കെ ഇങ്ങനെ എത്തിയത്. അപ്പോൾ ഓൾ ഇന്ത്യ കൊറിയറും കൊറിയർ ഉണ്ട്. ഓൾ ഇന്ത്യ കൊറിയർ ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. കട്ടില്ല.